അഡ്വക്കേറ്റ് കുക്കുൻ എന്താ അതിന്റെ അഭിപ്രായം? റീമാരേജ് ചെയ്ത് കുളമാകാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞു. റീമാരേജ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഒത്തന്റിക് ആയിട്ട് എനിക്കൊന്നും സൈക്കോളജിസ്റ്റ് ആയിട്ട് സംസാരിക്കും. കാരണം നമുക്ക് ഒരു പേഴ്സണ് പകരം ഇമോഷണലി ചിന്തിക്കുകയാണെങ്കിൽ വേറൊരു പേഴ്സണെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ റീമാരേജ് ചെയ്യുന്നതോടുകൂടെ അന്ന് വരെ ഉണ്ടായിരുന്ന ആദ്യ ഭർത്താവിന്റെ ബന്ധുക്കളെല്ലാം ഒരു പക്ഷേ ശത്രു, അങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. പുതിയതാവും, പുതിയ പ്രശ്നങ്ങളാവും. പിന്നെ അത് മാത്രമല്ല, ഈ റീമാരേജ് ചെയ്ത് നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ എന്തൊക്കെയാണ് അയാളുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഈ പറഞ്ഞ പോലെ അതൊരു ഇരട്ടക്കുരുക്കിലേക്ക് ചില സമയം എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഒരു പ്രത്യേകിച്ച് ചെറുപ്പത്തിലാണ് വിധവയാകുന്നതെങ്കിൽ, ഭർത്താവ് മരിക്കുന്നതെങ്കിൽ, രണ്ടാമത് വിവാഹിതയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു ഒരു കുറ്റമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമുക്കൊരു കമ്പാനിയൻ ഉണ്ടാവുക, നമുക്ക് തോളോട് ചേർന്ന് നിൽക്കാൻ ഒരാളാവുക, അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്ത്രീകൾക്കത് തുറന്നു പറയാൻ പോലും എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഒരു സ്ത്രീക്ക് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ഒന്നുകൂടി വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവളെ എങ്ങനെയാ നമ്മുടെ സമൂഹം കാണുക? അവൾക്കൊരു കൂട്ടുകാരൻ ഉണ്ടാവണം, ഒപ്പം നടക്കാൻ ഒരാളുണ്ടാവണം എന്ന നിലയ്ക്കല്ല കാണുന്നത്. ഇത് നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. എൻ്റെ ഒരു കൂട്ടുകാരി ഭർത്താവ് ഉപേക്ഷിച്ചു, ആ പെൺകുട്ടി വീണ്ടും വിവാഹം കഴിച്ചപ്പോൾ അവളുടെ വീട്ടുകാരുൾപ്പെടെ വളരെ മോശമായിട്ടാണ് അതിനെ കണ്ടത്. നിനക്ക് മതിയായില്ലേ ഇത്ര നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് എന്നും. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, രണ്ടാമത് വിവാഹം കഴിച്ചതും വളരെ ദയനീയ പരാജയമായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോഴും അങ്ങനെയല്ല. ചില സന്ദർഭങ്ങളിൽ പറ്റിയ ആളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യമേ ഉള്ളൂ, ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ സന്തോഷം. അതാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. അതിനപ്പുറമുള്ള നിയമങ്ങളെയും അതിനപ്പുറമുള്ള സമൂഹത്തിന്റെ വ്യവസ്ഥകളെയും ജഡ്ജ്മെന്റ്സിനെയും ഭയപ്പെടണ്ട. നിങ്ങളുടെ മാത്രം ജീവിതം ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.